എന്താ വിശേഷം? അങ്ങനെ ഷാർജ എയർപോർട്ടിനകത്താണുള്ളത്. സാധാരണ ഷാർജ എയർപോർട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ താമസിക്കുന്നത് അബുദാബി എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു മണിക്കൂർ യാത്ര മാത്രമുള്ളൊരു സ്ഥലത്താണ്. എൻ്റെ സ്ഥലം JVC എന്ന് പറയും. കാരണം ഷാർജയ്ക്ക് എപ്പോഴും ട്രാഫിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഷാർജയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എമിഗ്രേഷനിൽ നല്ല തിരക്കായിരിക്കും. കാരണം എയർപോർട്ട് വലിപ്പം കുറവായതുകൊണ്ട് നിറയെ ഫ്ലൈറ്റ്സും വരും. അപ്പോൾ ഞാൻ സ്മാർട്ട് ഗേറ്റിൽ നോർമലി നിൽക്കുന്ന പോലെ നിന്നു ക്യൂവിൽ. പക്ഷേ എൻ്റെ പാസ്പോർട്ട് പുതിയതായതുകൊണ്ടും പിന്നെ വിസ പുതിയതായതുകൊണ്ടും എനിക്ക് സ്മാർട്ട് ഗേറ്റിൽ ആക്സസ് കിട്ടിയില്ല. പിന്നെ ഞാൻ മാനുവൽ എമിഗ്രേഷനിൽ പോയി നിന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഏതാണ്ട് ഒരു മണിക്കൂറോളം എമിഗ്രേഷനിൽ നിന്നു. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ലഗേജ് ബെൽറ്റൊക്കെ കാലിയായിരുന്നു. നമ്മുടെ പെട്ടി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സെയിം കളറും സെയിം ബ്രാൻഡുള്ള വേറെ പെട്ടികളാണെന്നുണ്ടെങ്കിൽ നോക്കണ്ടേ. അപ്പോൾ ടാഗ് ചെക്ക് ചെയ്തു, കൺഫേം ചെയ്തു, നമ്മുടെ പെട്ടി തന്നെയാണ്. അങ്ങനെ പുറത്തേക്ക് വന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്നു. കാരണം പുറത്ത് നല്ല ചൂടല്ലേ. അപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് എന്നെ പിക്ക് ചെയ്യാൻ പുറത്ത് വന്നിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്നു, വിളിച്ചു. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഷാർജ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ബാക്കി എയർപോർട്ടുകൾ പോലെയല്ല. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയ വഴിക്ക് തന്നെ നമ്മൾ പാർക്കിങ്ങിന് പേ ചെയ്യണം. വെച്ചാൽ മിനിമം 16 ദിർഹംസ് നമ്മൾ എന്തായാലും ഉള്ളിൽ പേ ചെയ്യണം. അപ്പോൾ അവരുടെ ഞാൻ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞവർ വന്നു. അങ്ങനെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ എന്തായാലും